ഞാനിപ്പോൾ പൊഖറ തന്നെയുള്ള ഗുപ്തേശ്വർ കേവിൻ്റെ അവിടെയാണ്. എൻ്റെ പിറകിൽ കാണുന്ന പടികൾ ഇറങ്ങി കഴിഞ്ഞാൽ ഗുപ്തേശ്വർ കേവിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ 100 രൂപയാണ് നേപ്പാളി റുപ്പീസ്, ഇന്ത്യൻസിനൊക്കെ. നേപ്പാളികൾക്ക് 50 രൂപ, പിന്നെ നേപ്പാളത്തെ സ്റ്റുഡൻസിന് 35 രൂപ. എന്തായാലും ഇന്ത്യയിൽ 62 രൂപ 50 പൈസ കൊടുത്താലേ ഇന്ത്യക്കാർക്ക് ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് കൂടെ കുനിഞ്ഞ് മാത്രമേ നടക്കാൻ പറ്റുള്ളൂ. ഇനി തല പൊക്കാം. ഇവിടുന്ന് തല പൊക്കാം. വീണ്ടും येणाऱ्यांना थांबून जा, थोडंसं येऊन राहिले. हो, थोडं 1 मिनिट. അപ്പുറത്തുള്ള ഡേവിസ് വാട്ടർഫാളിൻ്റെ വ്യൂ ആണ് ഈ ഗോവൻ്റെ ഗ്യാപ്പിലൂടെ കാണാൻ കഴിയുന്നത്. അവിടെ കേവിൻ്റെ അകത്തുള്ള ശിവക്ഷേത്രത്തിൻ്റെ അവിടെ ഒന്നും ഫോട്ടോ എടുക്കാൻ സമ്മതിക്കുന്നില്ല. പിന്നെ ഇവിടെ ഗുപ്തേശ്വർ കേവിൻ്റെ പരിസരങ്ങളായിട്ട് കുറേ കച്ചവടങ്ങളുണ്ട്. പ്രശസ്തമായ നേപ്പാളി കത്തിയാണിത്. കുക്രി എന്ന് പറയും. ഇത് പിന്നെ ഊരിനില്ല, ദൂരെ പിന്നെ ചോര കണ്ടിട്ട് തിരിച്ചു വെക്കാൻ പറ്റുന്നൊക്കെ ഒരു ചൊല്ലുകളുണ്ട്.
30 നേപ്പാളീസ് രൂപ കൊടുത്തിട്ട് ഡേവിസ് വാട്ടർഫാൾ കാണാൻ കയറിയിട്ടുണ്ട്. ഈ ഡേവിസ് വാട്ടർഫാളുമായി ബന്ധപ്പെട്ട പാർക്കിൻ്റെ ഏരിയയിലാണ് നിൽക്കുന്നത്. നേരത്തെ ഗുപ്തേശ്വർ കേവിൻ്റെ അകത്തുനിന്ന് വ്യൂ കണ്ടില്ല, ഡേവിസ് വാട്ടർഫാളിൻ്റെ ആ വ്യൂ ഈ ഭാഗത്തൂടെയാണ് കാണുന്നത്. ആ ഒരു ഗ്യാപ്പിലൂടെയാണ് നേരത്തെ ആ വ്യൂ കണ്ടത്. ഇവിടെയൊക്കെ കെട്ടിയടിച്ചുകൊണ്ട് കറക്റ്റ് വ്യൂവിലുള്ള വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത്രത്തന്നെ ഉള്ളൂ ഡേവിസ് വാട്ടർഫാൾ. പിന്നെ അവിടെയൊക്കെ ഗാർഡനും പാർക്കും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ വന്നിട്ട് ആളുകൾ ചാടി മരിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് പിന്നെ ഇതിങ്ങനെ കെട്ടിയടക്കാൻ തുടങ്ങിയെന്നാണ് പറയണത്. അങ്ങനെ ഡേവിസ് ഫാളിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോകാനുള്ളത് ഓൾഡ് പൊഖറ ബസാറിലേക്കാണ്. എന്തായാലും അവിടെയൊക്കെ പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിച്ച് നേരെ മുറിയിലേക്ക് പോകാം. വരും. ഞാനിപ്പോൾ പൊഖറയിലെ ഓൾഡ് ബസാറിലാണ്. ഇവിടുത്തെ പഴയ മാർക്കറ്റാണിത്. നല്ല പഴമ തുടിക്കുന്ന കെട്ടിടങ്ങളാണെല്ലാം. അല്ല അതിൻ്റെ കളറ് എൻ്റെ പിറകിൽ കാണുന്നത് ഈ ഓൾഡ് ബസാറിലൊരു ഹോട്ടലാണ്. ഒരു ട്രഡീഷണൽ ഫീലിംഗ് ഉള്ളൊരു ഹോട്ടൽ. ആ പഴമ തുടിക്കുന്ന ട്രഡീഷണൽ കെട്ടിടങ്ങൾ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. കുറേയൊക്കെ കാലാരണപ്പെട്ടു നിലം പൊത്തി പോയിണ്ടാവും. പിന്നെ കുറേ പുതിയ കെട്ടിടങ്ങൾ വന്നിട്ടുണ്ട്. വൈകുന്നേരം ഇങ്ങനെ മെല്ലെ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയതാണ്. അവിടെ വല്ല സ്ട്രീറ്റ് ഫുഡും കിട്ടുമെന്ന് അറിയുന്നത്. അപ്പോൾ അങ്ങനെ പോകുന്ന വഴി ഇവിടെ ബാർബിക്യൂ ഉണ്ടാക്കുന്നുണ്ട്. പലതരം ബാർബിക്യൂ ഉണ്ട്. ചിക്കൻ ബാർബിക്യൂ, ബീഫ് ബാർബിക്യൂ, അതുപോലെ പോർക്ക് ബാർബിക്യൂ എല്ലാം ഉണ്ട്. അപ്പോൾ ബീഫൊക്കെ ഇവിടെ സുലഭം കേട്ടോ. എല്ലാ കടകളിലും മിക്ക കടകളിലും ബീഫുണ്ട്. ബീഫിൻ്റെ പലതരം വിഭവങ്ങളുണ്ട്. ബീഫിൻ്റെ തുപ്പ, ബീഫിൻ്റെ ബാർബിക്യൂ, വേറെ കുറേ ചില്ലി ഐറ്റംസ് എല്ലാം ഉണ്ട്.
പറയുമ്പോൾ ഇവിടെയുടെ ദേശീയ മൃഗം പശുവാണ്. നേപ്പാളിൻ്റെ ദേശീയ മൃഗം പശുവാണ്. പിന്നെ പോരാത്തതിന് ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു രാജ്യങ്ങളിലൊന്നാണ് നേപ്പാൾ. എന്നാലും ഇവിടെ ബീഫ് കഴിക്കുന്നതുകൊണ്ട് ആർക്കും പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. ഭക്ഷണം വേറെ, മതം വേറെ, അങ്ങനെ തന്നെയാണ് അവർ കണക്കാക്കുന്നത്. എന്താ ഇവിടെ ബാർബിക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. Barbecue, how many pieces? 30 rupees. ഒരു കൊള്ളിയിൽ കൊടുത്ത ബീഫ് ബാർബിക്യൂൻ്റെ സെറ്റിന് 80 രൂപയാണ്. നേപ്പാൾ 80 രൂപ, നാട്ടിലെ 50 രൂപയുടെ അടുത്ത് വരും. എന്നാലും കുഴപ്പമില്ല, വെറുതെ ഇങ്ങനെ കഴിക്കാമെന്ന് മാത്രം. ഒരു സ്നാക്സ് പോലെ കഴിക്കാം, വിശപ്പൊന്നും മാറില്ല. കൊള്ളാം, സംഗതി ചാറാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സ്നാക്സ് പോലെ കഴിക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ റൊട്ടിയോ വേറെ വല്ലതും പറഞ്ഞിട്ട് കറിയും കൂടി പറഞ്ഞിട്ട് കഴിക്കേണ്ടി വരും, വിശപ്പ് മാറണമെങ്കിൽ.